നമുക്ക് ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകും. കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. ചിരിക്കൊന്നും വേണ്ട. സ്വന്തം ഫോൺ നമ്പർ കാണാൻ അറിയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ എന്നെ നോക്കി ചിരിക്കണല്ലോ. സ്വന്തം ഫോൺ നമ്പർ അല്ലാതെ വേറെ ഒരാളുടെ ഫോൺ നമ്പർ പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും മറവിയുണ്ട്. മിക്കുള്ളവർക്കൊക്കെ മറവിയാണ്. പണ്ട് നമുക്ക് നല്ല ഓർമ്മയായിരുന്നു, പക്ഷെ ഇപ്പൊക്കെ ഓർമ്മ കുറവാണ്. അള്ളാഹു ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എല്ലാവരെയും തിരിച്ചറിയണം. എപ്പോഴും മരിക്കുന്നത് വരെ, മരിക്കണ സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകും. പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് ഓതിയാൽ മതി, ഓർമ്മക്കുറവ് മാറും. ബുദ്ധിശക്തി ഉണ്ടാകാൻ പഠനത്തിലുള്ള അലസതകളൊക്കെ, സ്കൂള് തുറന്നിരിക്കുന്ന മക്കൾക്കൊക്കെ പഠിക്കാൻ വല്ലാത്ത അലസതയാണ്. പഠിക്കാൻ പറയുമ്പോൾ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരണക്കേടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കും. അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിലെ ഒരു ആയത്ത് രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 3 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചിൽ ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ മതി. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ഏതായത്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ഈ ആയത്തിൽ 3 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചത്ത് ഓതിയിട്ട് കിടന്നാൽ മതി. ബുദ്ധിശക്തി ഉണ്ടാകും, അലസതകളൊക്കെ മാറും. അള്ളാഹു നമുക്കൊക്കെ ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ സന്തോഷിന്റെ ബ്രഹ്മി മേടിച്ച് കഴിച്ചാലും ബുദ്ധി ഉണ്ടാവില്ല. സന്തോഷ് ബ്രഹ്മി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് മേടിച്ചിട്ടാ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവാനും മറ്റുള്ള. ഖുർആൻ പറഞ്ഞു തന്ന മരുന്നാണ്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലി കിടക്കുന്ന ചെരുപ്പിലൊക്കെ നോക്കുക. എല്ലാവരും ഒന്ന് കാലി കിടക്കുന്ന ചെരുപ്പിലും നോക്കുക കളർ എന്താണെന്ന്. നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ. നിറമിൽ കറുത്ത ചെരുപ്പ് ധരിക്കുന്നവന് ഓർമ്മക്കുറവുണ്ടാകുമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ കാലി കിടക്കണ കറുത്ത ചെരുപ്പിനെ കൊണ്ട് കളയണമെന്ന് ഞാൻ പറയണില്ല, കളയണമെന്ന് പറയുന്നില്ല. ഇനി മേടിക്കുമ്പോഴെങ്കിലും നോക്കി മേടിക്കാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.